ഹലോ ഗൈസ്, ഇതാട്ടോ നമ്മുടെ ഷെൽട്ടറിലെ പിള്ളേർ. ഇത് എല്ലാവരും അടിച്ച് ഉറക്കിയിരിക്കും കേട്ടോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അവരെല്ലാം ഉറങ്ങിക്കിടക്കുന്നതാണ്. പിള്ളേർക്ക് ചോറ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു അന്തിമയക്കം. അതായത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേച്ച് അവിടുത്തെ പിള്ളേർക്കൊക്കെ ചോറ് കഴിച്ച് കൊടുത്തേച്ച് ഇവിടെ കൊണ്ടുവരും കേട്ടോ ഷെൽട്ടറിൽ. അപ്പോൾ ഇത് എല്ലാവരും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കാണുമ്പോഴാണ് പിള്ളേർക്ക് ഒരു സമാധാനമാവില്ല കേട്ടോ. എത്ര തന്നെ അവർ ഫ്രീ ആണെന്ന് പറഞ്ഞാലും വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, അതായത് അവർക്കൊരു ഫ്രീഡം കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ അവർക്കൊരു സമാധാനം. അതായത് നമ്മളിനി ആരും ഒന്നും ചെയ്യേല എന്ന് പറഞ്ഞ സമാധാനത്തിൽ കിടന്ന് ഉറക്കമാണ് കേട്ടോ. ഈ കട്ടിൽ അവരുടെയാണ്. ഇതിൽ ശരിക്കും മെത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ഇവരെല്ലാം കടിച്ച് കീറി കളഞ്ഞു. ഇപ്പോൾ ഒരു പായാണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ആ കട്ടിലിൽ കിടക്കുന്ന ഡാമേജസ് ഒക്കെ ഇവർ വരുത്തി വെച്ചതാണ്. ഇവർ കടിച്ചൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്. ഇവർ കുഞ്ഞിലേ ഉള്ള കട്ടിലാട്ടോ, ഇവരുടെ തന്നെയാണ്, ഇവർക്ക് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് റോക്സി ചട്ടമ്പി പാറു എന്ന് പറഞ്ഞാൽ ചട്ടമ്പി പാറു കേട്ടോ. നമ്മളെ കടിച്ച് മലർത്തിയിട്ട് കളയും, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. പിന്നെ ഇവൾക്ക് പേടിയെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണു നോക്കി ഊതി കൊടുക്കുവാണെങ്കിൽ പിന്നെ പേടിയാണ്. പക്ഷേ ഇല്ലാച്ചാലും മുഖത്തൊക്കെ നമ്മളെ മാന്തി പൊളിച്ച് കളയും, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ അവളുടെ കാര്യം എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് കേട്ടോ. ഇവർ 4 പേരാണ്. ഒരാൾ കാല് വയ്യാത്ത ആളായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ നമ്മുടെ കൂടെ ഉണ്ട്. മറ്റേ 2 പേര് മരിച്ചുപോയി കേട്ടോ. ഇപ്പോഴാണ് ഒരുത്തൻ മരിച്ചത്. അപ്പോൾ അവൾ ഒറ്റയ്ക്കായി. അപ്പോൾ അവർ കൂട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവരുടെ കൂട്ടത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് അപ്പുറത്ത് കിടക്കുന്ന മഹാറാണി നമ്മളെ അന്നാമയാണ് കേട്ടോ. അവൾ ഒരാളോടും പെട്ടെന്ന്